യെസ്, അപ്പോ പലരുടെയും പ്രതീക്ഷകൾ പോലെ തന്നെ സിറ്റി റയലിനെ തോൽപ്പിച്ചു. അതും സാന്റിയാഗോ ബെർണബിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് സിറ്റിക്ക് അങ്ങനെ ഒരു വിജയം നേടാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ചാമ്പ്യൻസ് ലീഗിന്റെ ഡേ 2 അവസാനിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ടു 80 പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ്. ആദ്യം തന്നെ പറയാനുള്ളത്, മക്കളെ, നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം. ആൻഡ് നമ്മൾ ലോങ് ഫോർമാറ്റ് വീഡിയോസ് അധികം ചെയ്യാറില്ലായിരുന്നു, എല്ലാം ഷോർട്സ് ആണ് ചെയ്യാറുള്ളത്. സോ ഇപ്പം ചെയ്ത് വരാനുള്ള ഒരു തത്രപ്പാടിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലും പറയണം എന്നുള്ളതാണ്. സത്യത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡ് മത്സരം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഓണസ്റ്റ് ആയിട്ടും മറ്റ് മത്സരങ്ങളൊന്നും കണ്ടിട്ടില്ല. എനിക്ക് അതുകൊണ്ട് അതിനെക്കുറിച്ച് അതിൻ്റെ ഹൈലൈറ്റ്സ് പോലും എനിക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഓട്ടത്തിലായിരുന്നു, അത് കാരണം എനിക്കത് പറ്റിയില്ല. എന്നാലും ഈ മാച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, അവരുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിന്റെ ഫേസ് ടു ഫേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാം പ്രാവശ്യമാണ് സിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അങ്ങ് സാന്റിയാഗോ ബെർണബ്യൂവിൽ വെച്ചിട്ട് നമ്മുടെ റയൽ മാഡ്രിഡിനെ തോൽപ്പിക്കാനായിട്ട് പറ്റുന്നത്. മത്സരം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് പേര് സാബി അലോൺസോയ്ക്ക്, ഒരുപാട് പ്ലേയേഴ്സ് സാബി അലോൺസോയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. ആൻഡ് കുറേ വിഷ്വൽസിലൊക്കെ ഇപ്പോൾ ഈ അവിടെയുള്ള വിഷ്വൽസിലൊക്കെ കാണുന്നത് പ്ലേയേഴ്സിനെ തെറി വിളിക്കുന്ന ഫാൻസിനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഉണ്ടായിരുന്നു മാച്ച് എന്ന് ഓണസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ കാണാത്ത ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിനെയാണ് കാണാൻ പറ്റിയത് എന്നുള്ളത് ഒരു വലിയ പോസിറ്റീവ് കാര്യം തന്നെയാണ് കേട്ടോ. കാര്യം അവർ സിറ്റിക്കെതിരെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് സിറ്റി അധികം അങ്ങനെ ഒരു ഭയങ്കര അറ്റാക്കിങ് അല്ലെങ്കിൽ അവർക്കെതിരെ ഒരുപാട് ഗോൾ അടിക്കണം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും ഉള്ളൊരു സിറ്റി അല്ല കാണാൻ പറ്റിയത് ഓണസ്റ്റ് ആയിട്ട്. അതിനൊരു വലിയ കാര്യം എന്ന് പറയുന്നത് സാന്റിയാഗോ ബെർണബ്യൂവിൽ അവരുടെ റെക്കോർഡ് എന്ന് പറയുന്നത് അത്ര നീറ്റ് അല്ല. അതുകൊണ്ട് തന്നെ എന്ത് വേണം, അവർക്ക് വിന്നാണ് മസ്റ്റ്, കൊലയല്ല മസ്റ്റ് എന്നുള്ളതാണ്. കൊല്ലുക എന്നുള്ളതല്ല, അവർക്ക് ജയിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവർ, എനിക്ക് തോന്നുന്നു, കറക്റ്റായിട്ട് ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നല്ലേ അറിയില്ല, ചെറുക്കിക്കായാലും ശരി, അതുപോലെ തന്നെ ഡോക്കുവിന് ബോൾ കിട്ടുമ്പോഴായാലും വിങ്ങിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ അവർ പതിയെ സെറ്റിൽ ചെയ്ത് ഒന്ന് ആ ഒരു സ്പീഡ് ഉണ്ടല്ലോ അതിനെ ഒന്ന് സ്ലോ ആക്കി നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് വന്നുകൊണ്ട് മാത്രമാണ് അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റിക്കെതിരെ ഒരുപാട് ചാൻസസ് റയലിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഒരാവശ്യവും ഇല്ലാത്തടത്താണ് ആ പെനാൽറ്റി കൊണ്ടുപോയി കൊടുത്തത്. റൂഡ്രിഗർ, ഞാൻ ഇപ്പോഴും പറയുന്നു, എപ്പോഴും പറയുന്നു, അവൻ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രോഫി തന്നെയാണ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ, അതിൽ കൂടുതലൊന്നും. ഞാൻ കഴിഞ്ഞ സീസണിലും പറഞ്ഞിട്ടുണ്ട്, ഈ സീസണിലും അത് തന്നെ പറയണം. അന്നൊക്കെ പറയുമ്പോൾ നമ്മളടുത്ത് പറയും പരിക്ക്, പുള്ളി അങ്ങനെ ഇങ്ങനെ അല്ല. പുള്ളിയുടെ അടുത്തുനിന്ന് ഒരുപാട് ക്രൂഷ്യൽ സ്ഥലങ്ങളിൽ നിന്ന് മിസ്റ്റേക്സ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് അത് റിസൾട്ടിനെ ബാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കാതെ പോയിട്ടുള്ളത്. പക്ഷേ ഇത് കറക്റ്റായിട്ട് റിസൾട്ടിനെ ബാധിച്ചു. എന്നിട്ട് പോലും പലരും പറയാനുള്ള, ഞാനത് ഇന്നലത്തെ എൻ്റെ ഒരു റീൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് പറഞ്ഞ്, റൂഡ്രിഗർ ആരാന്ന് നിനക്ക് അറിയോ, അവന് നിന്റെ ക്ലബിനേക്കാളും ട്രോഫി ഉണ്ട്, ചാമ്പ്യൻസ് ലീഗ് ട്രോഫി ഉണ്ട്. എൻ്റെ അറിവിൽ റൂഡിഗറിൻ്റെ ഒപ്പം ഒരു ചാമ്പ്യൻസ് ലീഗ് റയൽ അടിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അതിന് മുന്നേ അടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചെക്ക് ചെയ്തില്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു ഓർമ്മയിൽ നിന്നുള്ള കാര്യം പറയാണ്. ഇനി ആണെങ്കിലും അല്ലെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറയുന്നതിൽ എന്താണ് തെറ്റപ്പ. ഇനി രണ്ടാമത് റയലിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടീമായിട്ട് കളിക്കാൻ പറ്റിയിട്ടുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ട്, റോഡ്രിഗോ എന്ന് പറയുന്ന താരം ഇത്രയും നാൾ ബെഞ്ചിലിരുത്തിയത് ഒരു മണ്ടത്തരമായിരുന്നു. അല്ലെ, പുള്ളിയെ കുറച്ചും കൂടെ ടൈം കൊടുക്കണമായിരുന്നു. 30 മത്സരത്തിൽ കൂടുതലോളം ഗോൾ അടിക്കാത്തൊരു മനുഷ്യൻ സിറ്റിക്കെതിരെ, ഡൊണറൂമയ്ക്കെതിരെ ഗോൾ അടിക്കുന്നു. അതും എത്ര കൂളായിട്ടാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കണത്. അപ്പം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു സംഭവം എനിക്ക് പറയണമെന്ന് തോന്നിയത്, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, വിനീഷ്യസ് ജൂനിയറും എംബാപ്പയും ഒരുമിച്ചല്ലാത്ത മത്സരങ്ങളിൽ ദേ ഹാവ് എ സ്പിരിറ്റ്. ഇത് നിങ്ങൾ എൻ്റെ കൂടെ തർക്കിക്കോ എന്ത് വേണേയും ചെയ്തോ, ഞാൻ പറയുന്നത് വിനിയാണ് പ്രശ്നം അല്ലെങ്കിൽ എംബാപ്പയാണ് പ്രശ്നം എന്നുള്ളതല്ല. പക്ഷെ ഇവർ രണ്ടുപേരും കൂടി ടീമിൽ വരുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം അത് അവരില്ലാത്ത മാച്ചുകളിലേക്ക് എടുത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അവർക്ക് കളിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അവർ ഒരുമിച്ചുണ്ടെങ്കിലും ബെറ്റർ ആയിട്ട് കളിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഈ ഒരു ഇന്റൻസിറ്റി പലപ്പോഴും മിസ്സാവാറുണ്ടെന്നുള്ളതാണ്. വിനീഷ്യസ് ജൂനിയർ എങ്ങനെടാ നമ്പർ 7 ജേഴ്സിയിലാണ് പുള്ളി കളിക്കുന്നത്. ആ ജേഴ്സിയിൽ എൻ്റെയൊക്കെ ഓർമ്മയിൽ ഒരു മനുഷ്യൻ കളിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചാൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റെങ്കിലും ആക്കിയിട്ടുണ്ടാവും. അതാണ് ആ ജേഴ്സി, ആ 7-ാം നമ്പർ ജേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ടു മറന്നു വന്നിരിക്കുന്നത് റൊണാൾഡോനെയാണ് കൂടുതലും. റൊണാൾഡോനെ മാത്രമല്ല കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് നമ്മുടെ മൈൻഡിലേക്ക് എപ്പോഴും വരുന്ന എന്താണ്, ആ മനുഷ്യൻ, ആ ജേഴ്സിയിലുള്ളവൻ എപ്പോഴും ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു സാധനം നമുക്ക് വരും. പക്ഷെ വിനീഷ്യസ് ജൂനിയർ ഇതിനോളം
ആ നമ്പർ ഹോൾഡ് ചെയ്യാൻ മാത്രമുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു താരമാണോ എന്ന് ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ക്രൂഷ്യൽ മാച്ചസ് വരുമ്പോൾ തോന്നി പോകുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഈ റെഫറി ആയിട്ട് അടി ഉണ്ടാക്കുക, ഫാൻസിനെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്ത് വിളിപ്പിക്കുക, പിന്നെ അപ്പുറത്തെ പ്ലേയേഴ്സുമായിട്ട് തല്ലുണ്ടാക്കുക, ഇതിലെടുക്കുന്നതിൻ്റെ 10-1 എഫേർട്ട് ഗോൾ അടിച്ച് കൺവേർട്ട് ചെയ്യുന്നതിലേക്ക് വിനീഷ്യസ് ജൂനിയർ കാണിച്ചിരുന്നെങ്കിൽ ഇന്നലത്തെ കളി ജയിക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയായിരുന്നു. ആൻഡ് നല്ല ഫൈറ്റ് ചെയ്തു റയൽ. അതാണ് അതിൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതുവരേക്കും എപ്പോഴും ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലോ സാധനമാണ്. പക്ഷെ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ ബോൾ റിക്കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അൽവാരോ കരേരസ്, എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങളാണ് സത്യം പറഞ്ഞാൽ റയൽ മാഡ്രിഡിൻ്റെ ഇപ്രാവശ്യത്തെ ഏറ്റവും ബെസ്റ്റ് തിങ്. അവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് തിങ് നിങ്ങളാണ്, അതിലൊരു സംശയവും. ആർക്കെങ്കിലും അങ്ങനെ അല്ല എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളൊരു റയൽ ഫാൻ അല്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ സത്യം. എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് ഈ മാച്ചിനെ കുറിച്ച് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ട് സിറ്റി, ഇപ്പം എല്ലാവരും പറയുന്നത് സിറ്റിക്ക് കളിക്കാൻ പറ്റിയില്ല എന്നൊരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് സിറ്റി ജയിക്കാൻ വേണ്ടി മാത്രമാണ് കളിച്ചത്. അത് 2 ഗോളിനായാലും ശരി 1 ഗോളിനായാലും ശരി കൃത്യമായിട്ട് ജയിക്കാനുള്ള രീതിയിലാണ് കളിച്ചത്. അതാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. കാര്യം അവർക്ക് സാന്റിയാഗോ ബെർണബിൾ ദേ ഡോണ്ട് ഹാവ് എ ഗുഡ് റിസൾട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാക്ക് അല്ല അവർക്കുള്ളത്. സോ അപ്പോൾ അത് കീപ്പ് ചെയ്യാനായിട്ടുള്ളൊരു കളി സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നെ സിറ്റി എവിടെയൊക്കെ കുറച്ചൊന്ന് താത്തി കളിച്ചു, അതാണ് അതിൻ്റെ സത്യം. എനിവേസ് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഇനി എന്തൊക്കെ സംഭവിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും ചാമ്പ്യൻസ് ലീഗ് എന്നുള്ളത് അറിയില്ല. എന്തായാലും അടിപൊളിയായിരുന്നു. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് മാച്ച്? താഴെ കമൻറ്റ് കറോ. ചിൽ കുപ്പിച്ചിൽ.